സഞ്ജീവ് ശിവൻ സംവിധാനം ചെയ്തൊരു ചിത്രമുണ്ട്, ഒഴുകി ഒഴുകി ഒഴുകി. 3 ഒഴുകിയുണ്ട് കേട്ടോ. ഒഴുകി 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 എന്ന ചിത്രം നാളെ തിയേറ്ററിലെത്തുന്നു. അതെ, അന്താരാഷ്ട്ര വേദികളിലെ ഇതിനോടകം ഒരുപാട് പ്രശംസ കിട്ടിയ ചിത്രമാണിത്. മാത്രമല്ല, ശിവൻ കുടുംബത്തിലെ 3ാം തലമുറക്കാരൻ, അതായത് സിദ്ധാൻഷു എന്ന് പറയുന്ന സഞ്ജീവ് ശിവൻ്റെ മകനാണ് ഇതിലെ കേന്ദ്ര കഥാപാത്രത്തെ അവതരിപ്പിക്കുന്നത്. സിദ്ധാൻഷു, എൻട്രി വളരെ നന്നാവട്ടെ. ഈ കഥാപാത്രത്തിൻ്റെ ഡീറ്റെയിൽസും ഈ സിനിമയുടെ ഡീറ്റെയിൽസും നമുക്ക് ഒരു ചെറിയ സ്റ്റോറിയിലൂടെ പ്രേക്ഷകരെ അറിയിച്ചു തരാം. ഏതാ ചെക്കൻ? ഇതാ ചെമ്മീൻ ഷെട്ടിപ്പണ അമ്മിണിയുടെ മോന. എല്ലാവർക്കും ഒരു ഉപകാരിയാ. മക്കളുണ്ടായിട്ട് എന്താ കാര്യം? എന്തെങ്കിലും കാര്യം നടക്കുന്നില്ലേ? ഇവൻ വേണം. വെള്ളത്തിലൊഴുകി നടക്കുന്ന ആയിരക്കണക്കിന് ശവശരീരങ്ങൾക്ക് മുന്നിലാണ് സഞ്ജീവ് ശിവൻ തന്റെ പുതിയ ചിത്രം സമർപ്പിക്കുന്നത്. 12 വയസ്സുകാരനായ ഒരു ഗ്രാമീണ ബാലന്റെ അന്വേഷണങ്ങളിലൂടെയാണ് ചിത്രം കഥ പറയുന്നത്. ആ 12 വയസ്സുകാരൻ പാക്കരനായി വേഷമിടുന്നത് സിദ്ധാൻഷു സഞ്ജീവ് ശിവൻ എന്ന കൊച്ചു പ്രതിഭ. മലയാളം അത്ര വശമില്ലാതിരുന്നിട്ടും ഗ്രാമീണ ജീവിത അനുഭവ പരിസരങ്ങൾ അടുത്തറിയാഞ്ഞിട്ടും കേരളത്തിന്റെ ഏതോ കൊച്ചു തുരുത്തിലെ ഒരു കൗമാരക്കാരനായി സിദ്ധാൻഷുവിന് പരകായ പ്രവേശം നടത്താൻ കഴിഞ്ഞത് സിനിമയോടുള്ള അതിയായ മോഹം ഒന്നുകൊണ്ട് മാത്രം. ഞാൻ 8 വയസ്സായിരുന്നപ്പോൾ ഒരു ആഗ്രഹം ഉണ്ടായിരുന്നു. ഞാനാണെങ്കിൽ അച്ഛൻ ഈ പടങ്ങളൊക്കെ ഡയറക്റ്റ് ചെയ്യുന്ന സമയത്ത് ഞാൻ ബാക്കിലിരുന്ന് അച്ഛൻ ഡയറക്റ്റ് ചെയ്യുന്നത് കണ്ടുകൊണ്ടിരിക്കുകയായിരുന്നു. അപ്പം ഞാൻ വിചാരിച്ച് ഈ ആക്ടറിനെക്കാളും എനിക്ക് ഇനിയും നല്ലപോലെ ചെയ്യാൻ പറ്റുമെന്ന് എനിക്കൊരു ചിന്ത ഉണ്ടായിരുന്നു. 8 വയസ്സു മുതൽ സിനിമയെ സ്വപ്നം കണ്ടു തുടങ്ങി സിദ്ധാൻഷു. സ്കൂൾ നാടകങ്ങളിലൂടെയാണ് അഭിനയത്തിന്റെ ആദ്യ പാഠങ്ങൾ. പിന്നീട് സിനിമകളോടുള്ള ഭ്രമം ലോക സിനിമകളുടെ കടുത്ത ആരാധകനാക്കി. സിനിമാഭിനയം എന്ന മോഹം ആദ്യം പറയുന്നത് മുത്തശ്ശൻ ശിവനോട്. ഇപ്പോഴും എൻ്റെ അച്ഛൻ്റെ അടുത്ത് പോയി പറയായിരുന്നു, അപ്പോൾ എനിക്ക് ഒരു ഫിലിം ചെയ്യണം, അച്ഛൻ്റെ അടുത്ത് പറയണം. അപ്പോൾ അച്ഛൻ എപ്പോഴും എൻ്റെ അടുത്ത് പറയണം, എന്തുകൊണ്ട് അവനെ വെച്ചൊരു പടം ചെയ്തുകൂടാ, അത് ഒരുപാട് പ്രഷറാവും. എവറി ടൈം അപ്പൂപ്പനെ കാണാൻ പോകുമ്പോഴും ഇത് പറഞ്ഞുകൊണ്ടിരുന്ന ഒരു പ്രഷറുണ്ടായിരുന്നു. പക്ഷേ അതിനൊരു സ്റ്റോറി വേണ്ടേ, സ്റ്റോറിയൊക്കെ കിട്ടിയാലല്ലേ നമുക്കൊരു പടം ചെയ്യാൻ പറ്റൂ. അങ്ങനെയാണ് ഞാൻ യാദൃശ്യമായി ബി.ആർ. പ്രസാദ്, ലാസ്റ്റ് ഇയർ ബി.ആർ. പ്രസാദ് ആര് എന്ന സ്റ്റോറിയാണ്, ഒരു ഷോർട്ട് സ്റ്റോറിയാണ്. അപ്പോൾ ആ സ്റ്റോറി പറഞ്ഞപ്പോൾ എനിക്കത് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. അത് മെയിൻലി ഒരു ഗ്ലോബൽ ഇഷ്യൂ ആണ്. 2, അതൊരു കുട്ടിയുടെ പോയിന്റ് ഓഫ് വ്യൂവിലാണ് കഥ പറയുന്നത്. ശിവൻസിൻ്റെ ഫാമിലി ഇതുവരെ ബിഹൈൻഡ് ദ സ്ക്രീൻ ആയിരുന്നു. അപ്പോൾ ഒരാൾ ഫ്രണ്ടിൽ വന്നാലേ പറ്റുമല്ലോ. അതുകൊണ്ട് ഞാൻ ഒരു ഇനീഷ്യേറ്റീവ് എടുത്ത് ഫ്രണ്ടിൽ വരാൻ ഞാൻ ഇനീഷ്യേറ്റീവ് തന്നെ എടുത്തു. എന്ന് വെച്ചാൽ എല്ലാവരും ഈ ശിവൻസിൻ്റെ സെക്കൻഡ് ജനറേഷൻ, ഫസ്റ്റും സെക്കൻഡ് ജനറേഷൻ എല്ലാം ബിഹൈൻഡ് ദ സീൻസ്. ഒരാൾ ഫ്രണ്ടിൽ വരണം, ഞാൻ ആ ഇനീഷ്യേറ്റീവ് എടുത്തു. അച്ഛൻ്റെ ആ ആഗ്രഹമാണ് സഞ്ജീവ് ശിവനെ ഒരു കുട്ടി കേന്ദ്ര കഥാപാത്രമായ കഥയുടെ തെരച്ചിലിലേക്ക് നയിച്ചത്. അത് ബി.ആർ. പ്രസാദിന്റെ ആര് എന്ന ചെറുകഥയിലേക്കും പിന്നീട് സിനിമയിലേക്കും എത്തി. ശിവൻ കുടുംബത്തിലെ 2ാം തലമുറ ക്യാമറയ്ക്ക് പിന്നിൽ വിസ്മയങ്ങൾ തീർത്തെങ്കിൽ 3ാം തലമുറ ക്യാമറയ്ക്ക് മുന്നിലെത്തുന്നു തികഞ്ഞ ആത്മവിശ്വാസത്തോടെ. രാഹുലിനും നന്ദകിഷോറിനുമൊപ്പം ഹരികൃഷ്ണൻ, 24, തിരുവനന്തപുരം. അപ്പോൾ ഈ ചിത്രം നാളെ തിയേറ്ററിലെത്തുകയാണ്. എന്നാലും 3ാം തലമുറയിലെ ശിവൻ കുടുംബത്തിലെ ഒരു അംഗം നടനായിട്ട് മുഖ്യ വേഷത്തിൽ വരുന്നു. അപ്പോൾ എല്ലാ ആശംസകളും ചിത്രത്തിന്.